പ്രതീക്ഷിക്കുന്നു, കാശ് കൊടുക്കാതിരിക്കും ചെയ്യും. പക്ഷേ മുഖ്യൻ ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ശക്തൻ തമ്പുരാൻ ഓർത്തത്. കഷ്ടമായി. നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനിടയായത് വളരെ കഷ്ടമായി, ദുഃഖകരമായി പോയി. ഇത് പറയലാണോ മുഖ്യൻ്റെ ജോലി? PP ദിവ്യ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക എൻ്റെ വിജയോ. പൊന്നു വിജയ, മനുഷ്യൻ ഇങ്ങനെ വടിയാക്കരുത് സഖാവേ. താങ്കൾ കേരള മുഖ്യമന്ത്രിയാണല്ലോ, അല്ലാണ്ട് പഴയ നമ്പൂരിയുടെ അകത്തുള്ള ആളുടെ പോലെ കഷ്ടമായി എന്ന് പറയാനായിട്ടൊരു മുഖ്യൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം. എന്താ ഇയാളുടെ വിചാരം? ഇയാൾ ആരാന്ന് വിചാരിച്ച്? കേരള മുഖ്യമന്ത്രിയാണ് സാർ, മറന്നു പോകരുത് സഖാവേ. പ്രായാധിക്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തീരെ സെനയിലായെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറിക്കെടുക്കൂ. മരുമോനെ മുഖ്യനാക്കിയാലും മതി. കഷ്ടമായി, അതീവ ദുഃഖകരമായി പോയി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാൻ ഇടവരുത്തരുത് എന്ന് പറയാനായിട്ടൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്നാണ് എളിയൊരു സംശയം. അതുകൊണ്ട് മുഖ്യമന്ത്രി, താങ്കളുടെ ജോലി ഈ പ്രതികളെ കണ്ടുപിടിക്കലാണ്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരലാണ്. PP ദിവ്യ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് വെച്ചാൽ അവളെ അവിടുന്ന് പിടിച്ച് കയ്യാമം വെച്ച് നടു റോഡിൽ കൂടി നടത്തി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയണം, ദാ മനോവീര്യം തകർക്കുന്നവർക്ക് ഇതാണ് ശിക്ഷ. ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അത് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് അവിടെ ഇരിക്കണേ? തനിക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എൻ്റെ വിജയ? ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് സന്തോഷം ഉണ്ടായിട്ട് ചോദിക്കണമല്ല, കഷ്ടമാണ്. ഇത് പറയാനൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പഴയ നമ്പൂരി ചോദിച്ചിട്ട് ഞാനും പറയുകയാണ്, ഇത് അകത്തുള്ളോളം പറയണ്ടായി എന്നാണ്. വേറെ ഒന്നും പറയാനില്ല. ലാൽ സലാം.